കൊല്ലം ജില്ലയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. 16 ദിവസത്തിനിടെ 13 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 25 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരിലധികവും സ്ത്രീകളും യുവാക്കളുമാണ്. പുലർച്ചെയും അതിരാവിലെയുമാണ് അപകടങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. 24 എക്സ്ക്ലൂസീവ് അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ് നേരത്തെ വളരെ വിശദമായി തന്നെ ഇതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അത് ഞെട്ടിക്കുന്ന കണക്കാണ്. 16 ദിവസത്തിനിടെ 25-ലധികം വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടായി. ഉറങ്ങിപ്പോയതൊക്കെയാണ് പലപ്പോഴും ആ അപകടത്തിന് കാരണമായിട്ടുള്ളത്. എന്താണ് ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അരുൺരാജ്? റീജിത്ത്, ഭയപ്പെടുത്തുന്നതാണ് ഈ കണക്കുകൾ. 16 ദിവസത്തിനിടയിൽ കൊല്ലം ജില്ലയിൽ മാത്രം 13 പേർക്കാണ് റോഡപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ. 30-ലധികം പേർ ഇപ്പോഴും ചികിത്സയിലും പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലും കഴിയുകയാണ്. ഈ 25 വാഹനാപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് പുലർച്ചെ സമയങ്ങളിലാണ് എന്നുള്ളതാണ് ഈ പഠനങ്ങളും ഈ കണക്കുകളും സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ അപകട സാധ്യതയുള്ള റോഡുകൾ, അതുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ, അത് നേരത്തെ തന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇത് നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളാണ്. അവിടെയാണ് കൂടുതലായും അപകടങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇതിന് യാതൊരു തരത്തിലുള്ള മുൻകരുതലെടുക്കാൻ കഴിയാതെ പോകുന്നു എന്ന ദുരവസ്ഥ കൂടി ഇപ്പോഴും നിലനിൽക്കുന്നു. അപകടത്തിൽപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ യുവാക്കളും സ്ത്രീകളുമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും സംഭവത്തിൽ ഇപ്പോഴും പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും കുറെ കൂടി ജാഗ്രതയിലേക്ക് പോവുകയാണ്. കാരണം ഈ തുടർച്ചയായ അപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. ഇതിന് ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതൽ എടുക്കാൻ കഴിയുമോ അതെല്ലാം തന്നെ എടുക്കാനാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും ഈ കണക്കുകൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.